ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേക സെക്ഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും പരീക്ഷ ചൂടിലും വേനൽ ചൂടിലും ഒക്കെയാണ്, എനിക്കറിയാം. നമ്മൾ 28 ചാപ്റ്ററോളം നിങ്ങൾക്കായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടീച്ചറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത്, പരീക്ഷ പാറ്റേൺ എങ്ങനെയാണ്, എക്സാം ഈസി ഉണ്ടായിരിക്കോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ എനിക്കറിയാം, ഞാനും ഈ സിറ്റുവേഷനിലൂടെ വന്ന വ്യക്തിയായതുകൊണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലുള്ള ആവലാതികൾ, ആശങ്കകൾ എത്രത്തോളം ഉണ്ട് എന്ന്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ തീർക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മൾ 28 ചാപ്റ്ററോളം നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും നമ്മൾ ചിലപ്പോൾ അരമണിക്കൂർ പോയ വീഡിയോ ഉണ്ട്, ചിലപ്പോൾ 1 മണിക്കൂർ പോയ വീഡിയോ ഉണ്ട്. അങ്ങനെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ വീഡിയോകളിലെല്ലാം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കുന്നത് എന്നുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം എല്ലാ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ എൻ്റെ കൂടെ ഓടിക്കോണം. കാരണം നമ്മൾ ഇതിലെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ടും പിന്നെ വീഡിയോയുടെ ലെങ്ത് കൊണ്ടും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചേക്കാം. പക്ഷേ എന്നിരുന്നോ നിങ്ങൾ കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു വീഡിയോ എങ്കിലും കണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിലോട്ട് പോകാം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, മറ്റു വീഡിയോസ് കാണാത്തവർ ഈ ഒരു വീഡിയോ എങ്കിലും കണ്ടിട്ട് പോകുക. എക്സാം നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ജയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഉപേക്ഷ വിചാരിക്കരുത്. മാക്സിമം നിങ്ങൾ റിസ്ക് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യോളജിയിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസറിന്റെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് അതിന്റെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് ഇനി കഥ പറയേണ്ട, വൈകിപ്പിക്കേണ്ട, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. അപ്പൊ സോഷ്യോളജിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു 1 വേർഡ് ചോദിക്കട്ടെ, എന്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അടിയുണ്ട്. എന്താണ് ഫാദർ ഓഫ് സോഷ്യോളജി? എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാണ്? അഗസ്റ്റ് കോംതെ. ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് അഗസ്റ്റ് കോംതെയാണ്. അപ്പൊ അഗസ്റ്റ് കോംതെയാണ് നമ്മുടെ സോഷ്യോളജിയുടെ പിതാവായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ 1 വേർഡിൽ ഒരു 1 വേർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും അല്ലെ? പിന്നെ എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്? എന്താണ്? സ്റ്റഡി ഓഫ് സൊസൈറ്റി. ഓർത്തോണം, സ്റ്റഡി ഓഫ് സൊസൈറ്റി. സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ആണോ? അല്ല. ഇക്കോണമി ആണോ? അല്ല. സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് ആണോ? അല്ല. എന്താണ്? അപ്പൊ സ്റ്റഡി ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. 2 വേർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സോഷ്യോളജിയെ കുറിച്ചും സോഷ്യോളജിയുടെ സ്കോപ്പ്, നരേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് സോഷ്യോളജി എന്ന് പഠിച്ചു വെക്കുക. എന്താണ് സോഷ്യോളജി? സ്റ്റഡി ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ ജീവജാലങ്ങളെ കുറിച്ചും ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ശാഖയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അവിടെ അത്രയേ ഉള്ളൂ. സൊസൈറ്റി ചോദിക്കുകയാണെങ്കിൽ സൊസൈറ്റിയിലുള്ള കസ്റ്റംസ്, റിച്വൽസ്, സൂപ്പർ സിറ്റുവേഷൻസ്, പീപ്പിൾസിന്റെ ബിഹേവിയർ ഒക്കെ നമ്മൾ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയിൽ നിന്ന് സോഷ്യോളജിയിലോട്ട് പഠിക്കുന്നുണ്ട്. 2ാമത്തെ ക്വസ്റ്റ്യൻ, 2ാമത്തെ പാഠത്തിൽ എന്താണ്? എമർജൻസ് ആൻഡ് എന്താണ് സോഷ്യോളജി. സോഷ്യോളജിയിലെ എമർജൻസി ഉദയം ചെയ്ത് എവിടെയാണ് എന്നൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യോളജി റിലേറ്റിംഗ് വിത്ത് ദ സോഷ്യൽ അതർ സബ്ജക്ട്. സോഷ്യോളജിയിലെ ഏതൊക്കെ ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ സോഷ്യോളജിയും ആന്ത്രോപോളജിസ്റ്റും എടുക്കാം. എന്താണ് ആന്ത്രോപോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസം? ആന്ത്രോപോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് പഠിക്കുന്നതാണ്? നമ്മുടെ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലെ? പിന്നെ നരവംശാസ്ത്രം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സോഷ്യോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് മാനിനെ കുറിച്ച് പഠിക്കുന്നത്, ഹ്യൂമൻ ബീയിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി ഇക്കണോമിക്സും നമ്മുടെ സോഷ്യോളജി എടുത്തു കഴിഞ്ഞാൽ ഇക്കണോമിക്സിൽ നമ്മൾ സാമ്പത്തിക സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുന്നു, ബാങ്കിങ്, പൈസ ഇടപാടുകളൊക്കെ പഠിക്കുന്നു. സോഷ്യോളജിയിലാണെങ്കിൽ നമ്മൾ മനുഷ്യന്റെ വിശ്വാസങ്ങള്, മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ, അതായത് സൊസൈറ്റിയിലെ മനുഷ്യനാണ്, അല്ലാതെ വെറും മനുഷ്യനല്ല, സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീയിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതുപോലെ സോഷ്യോളജിയും വേറെ ഏതെങ്കിലും സബ്ജക്ട് എടുക്കാം. എന്താണ്? ഇനി നമുക്ക് പൊളിറ്റിക്സ് എടുക്കാം. പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തുള്ള രാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ചും ഭരണകാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ? ഭരണകാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഇനി വേറെ സബ്ജക്റ്റുകൾ നമുക്ക് ഒത്തിരി എടുക്കാം.
ഇവിടെ ഏതൊക്കെ എടുത്തു? നമ്മൾ എക്കണോമിക്സ് എടുത്തു, പൊളിറ്റിക്സ് എടുത്തു, സോഷ്യോളജി എടുത്തു, ആന്ത്രപ്പോളജി എടുത്തു. പിന്നെ ഇനി വേറെ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്? കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഏത് സബ്ജക്റ്റുമായിട്ട് നമ്മൾ കൂട്ടിയിണക്കി പഠിക്കുന്നുണ്ട്? സോഷ്യോളജിയായിട്ട് കൂട്ടിയിണക്കി പഠിക്കുമ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നു, ബാക്കി സബ്ജക്റ്റ് അവരുടേതായ തലത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ആ തേർഡ് വൺ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മെത്തേഡ് ടെക്നിക്സ് ആണ് അല്ലെ. മെത്തേഡ് ടെക്നിക്സിൽ ഏതൊക്കെയാണ്? ഫങ്ഷണൽ മെത്തേഡ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഉണ്ട്. നമ്മുടെ സോഷ്യോളജി അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ സോഷ്യോളജിയെ കാണുന്നത്? ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, നമ്മൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നറേഷൻ മെത്തേഡ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഉണ്ട്, ഫങ്ഷണൽ മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ എല്ലാ രീതികളിലും നമ്മുടെ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുന്നുണ്ട്. ചരിത്രപരമായ രീതികളുണ്ട്, സോഷ്യോളജിയിൽ ചരിത്രപരമായ രീതികളുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ മെത്തേഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ മെത്തേഡ് ടെക്നിക്സ് എങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കും. മൂന്ന് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതെങ്കിലും എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു വെക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കാണുക. ആ ക്ലാസ്സിലെല്ലാം ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് തൊട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി 5ാമത്തെ ചാപ്റ്റർ ആണെങ്കിലോ അസോസിയേഷൻ, കമ്മ്യൂണിറ്റി, സൊസൈറ്റി. എന്താണ് അസോസിയേഷൻ? എന്താണ് കമ്മ്യൂണിറ്റി? എന്താണ് സൊസൈറ്റി? സൊസൈറ്റി അറിയാമല്ലോ അല്ലെ. കുറെ ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്ന ആ ഒരു സംഹിതയാണ് എന്ത് വിളിക്കുന്നത്? സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓരോ സമുദായങ്ങളാണ്. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലബ് അസോസിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരുപാട് അസോസിയേഷൻ, വുമൻസ് അസോസിയേഷൻ ഉണ്ട്, സ്പോർട്സ് അസോസിയേഷൻ ഉണ്ട്. ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി 6ാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയാണ്? പ്രൈമറി ഗ്രൂപ്പ്സ്, സെക്കൻഡറി ഗ്രൂപ്പ്സ്, ടെറിട്ടറി ഗ്രൂപ്പ്സ്. ഇതില് ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ നമുക്ക് ഏത് ഗ്രൂപ്പ്സിൽ വരുന്നവരാണ്? പ്രൈമറി ഗ്രൂപ്പ്സിൽ വരുന്നതാണ്. ഫാമിലി ഒക്കെ ഏതിൽ വരുന്നതാണ്? പ്രൈമറി ഗ്രൂപ്പ്സിലാണ്. സെക്കൻഡറി ഗ്രൂപ്പ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റഡി ഗ്രൂപ്പ്സ്, സ്പോർട്സ്, ഇവരെല്ലാം എന്തിൽ വരും? സെക്കൻഡറി ഗ്രൂപ്പിൽ വരും. ടെറിട്ടറി ഗ്രൂപ്പിൽ എന്തൊക്കെയാണ്? ലേബർ യൂണിയൻ, അതുപോലെ പൊളിറ്റിക്സ്, ഇതൊക്കെ എന്താണ്? ലേബർ യൂണിയൻ, ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്? ടെറിട്ടറി ഗ്രൂപ്പ്സിലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഫസ്റ്റത്തെ നമ്മൾ 6 ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതില് പഠിച്ചു വെക്കുക? 3 ഗ്രൂപ്പ്സ് പഠിക്കുക. പ്രൈമറി ഗ്രൂപ്പ്സ്, സെക്കൻഡറി ഗ്രൂപ്പ്സ്, ടെറിട്ടറി ഗ്രൂപ്പ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി 7ാമത്തെ പാഠത്തില് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട് അല്ലെ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രക്ചർ? പല തരത്തിലുള്ള ഡിവിഷൻ ഉണ്ട്. നമ്മുടെ സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് തരത്തിലാണ്. ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ സൊസൈറ്റിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർണ്ണ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇങ്ങനെ 4 ഇതാണ് സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് ഉള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സിസ്റ്റം ഉണ്ട്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പല തരത്തിലായിരിക്കാം അല്ലെ. പല തരത്തിലുള്ള സോഷ്യൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അത് മാത്രമല്ല പിന്നെ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ സോഷ്യൽ സിസ്റ്റത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ബാധിക്കുന്ന സിസ്റ്റംസ് ഉണ്ട്. പിന്നെ എന്താണ് ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മാരേജ് ഉണ്ട്, ക്ലബ് ഉണ്ട്, അസോസിയേഷൻ ഉണ്ട്. ഇതെല്ലാം ഇവിടെ വരുന്നതാണ്? സോഷ്യൽ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി 8ാമത്തെ ചാപ്റ്ററിൽ നോംസ് ആൻഡ് വാല്യൂസ്. മനസ്സിലായോ? നോംസ് ആൻഡ് വാല്യൂസ്. എന്താണ് നോംസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത്? നോംസ് എന്ന് പറയുന്നത് മാനദണ്ഡങ്ങളാണ്, വാല്യൂസ് എന്ന് പറയുന്നത് മൂല്യങ്ങളാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ചോദിക്കാം. എന്താണ് നോംസ് എന്ന് പറയുന്നത്? മാനദണ്ഡങ്ങൾ. ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലെ നമുക്ക്. അതായത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നുള്ള കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. മാനദണ്ഡങ്ങളാണ്. അതൊരു മാനദണ്ഡങ്ങളായിട്ട് നമ്മൾ പരിഗണിച്ച് നിൽക്കുകയാണ് അല്ലെ. വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂസ് മൂല്യങ്ങൾ. നമുക്ക് ഒരു ജീവിതത്തിൽ കുറച്ച് മൂല്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ചെയ്യാൻ പാടില്ലാതെ ചെയ്യരുത്, അല്ലെങ്കിൽ വേണമെന്നുള്ളതാണ് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അതാണ് മൂല്യങ്ങൾ. നമ്മൾ പിന്തുടരേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. മനസ്സിലായി? അപ്പൊ നോംസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നോംസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? മാനദണ്ഡങ്ങളും വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യങ്ങളാണ് അല്ലെ. നമുക്ക് ഒരുപാട് മൂല്യങ്ങളുണ്ട്. കുറെ കൾച്ചറൽ പരമായിട്ടുള്ള കുറെ മൂല്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു വാല്യൂ വേണം. ലൈഫിൽ ഒരു വാല്യൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മള് ഒരിടവും എത്തില്ല അല്ലെ. അതാണ് നോംസും വാല്യൂസും തമ്മിലുള്ള ഡെഫിനിഷൻ കൃത്യമായി ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണാത്തവർ അത് പോയി എന്ത് ചെയ്യുക? കാണുക. പിന്നെ 9ാമത്തെ ചാപ്റ്ററിൽ സ്റ്റാറ്റസ് ആൻഡ് റോള്. സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാറ്റസ് എന്താണ്? റോൾ എന്താണ്? മനസ്സിലാവും? സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ജീവിക്കുമ്പോൾ നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്
അത് എക്കണോമിക് പരമാകാം, പൊളിറ്റിക്കൽ പരമാകാം, അല്ലെങ്കിൽ എന്താ റിലീജിയൻ പരമായിട്ട് നമുക്കൊരു എന്തുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഫോർട്ടിന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് ഞാൻ ഒരുപാട് പൈസ സമ്പാദിച്ചു, ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ഒക്കെ ആയതിനു ശേഷം എനിക്ക് ലഭിക്കുന്ന ഒരു കാര്യത്തെയാണ് സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് ലഭിക്കുന്ന സ്റ്റാറ്റസും പ്രൈം മിനിസ്റ്ററിന് ലഭിക്കുന്ന സ്റ്റാറ്റസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഓരോരുത്തരുടെ പദവിയാണ്. മനസ്സിലായോ? സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ പദവിയാണ്. ഇനി റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആ സൊസൈറ്റിയിൽ നമുക്ക് ഉണ്ടാകേണ്ട പങ്ക്. ഇപ്പൊ ഒരു പോലീസ് ആണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായിരിക്കേണ്ട പങ്ക്, ഒരു മിലിറ്ററി ഓഫീസർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട പങ്ക്, അതാണ് റോൾ എന്ന് പറയുന്നത്, പങ്ക്. മനസ്സിലാവുന്നുണ്ടോ? ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്ക്, ഒരു വീട്ടമ്മയാണെങ്കിൽ അവരുടെ പങ്ക്, അതാണ് റോൾ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റസും റോളും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? എഫോർട്ടിന്റെ അനുസരിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ആ ഒരു എഫോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എനിക്കുണ്ടാകുന്ന ചേഞ്ചസിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ചാപ്റ്ററിൽ രണ്ടും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 10ാമത്തെ ചാപ്റ്ററിൽ കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് കോമ്പറ്റീഷൻ ആണ്. കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോപ്പറേഷൻ എന്ന് പറയുന്നത് സഹകരണം, അല്ലെ? ഓർത്തു വയ്ക്കുക, കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ സഹകരണമാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ സംഘർഷമാണ്, അല്ലെ? കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ സംഘർഷമാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മത്സരമാണ്. സൊസൈറ്റിയിൽ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ഉണ്ട്. എന്തിനൊക്കെയാണ് കോമ്പറ്റീഷൻ? സ്വത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലെ? നമ്മുടെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. ഈ കോമ്പറ്റീഷൻ ഒരുപാട് തരംതിരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷൻ എന്താണ്? പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്, കൾച്ചറൽ പരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലെ? മറ്റു രാജ്യങ്ങളെ പോലെ ഇവിടെ ആകാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. ഇതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഒരാളെ പോലെ മറ്റൊരാൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവർ തമ്മിലുള്ള മത്സരത്തെയാണ് എന്ത് വിളിക്കുന്നത്? കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. കോൺഫ്ലിക്റ്റോ, ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ എന്തുണ്ടാകാം? ചിലപ്പോ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എന്തുണ്ടാകുന്നു? ക്ലാഷസ് ഉണ്ടാകുന്നു. ഇതിനെ എന്ത് വിളിക്കുന്നു? കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, സംഘർഷം എന്ന് വിളിക്കുന്നു. പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് നമ്മൾ കാണുന്നു. ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? കോളേജിന്റെ ഫ്രണ്ടില്, അതുപോലെ തന്നെ സർവകലാശാലയിൽ അടി നടക്കുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ മാർച്ച് നടക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്താണ്? പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ട് വിഭാഗക്കാർ നടത്തുന്ന പ്രശ്നത്തെയാണ് എന്ത് വിളിക്കുന്നത്? കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്, സംഘർഷം എന്ന് വിളിക്കുന്നത്. ഇനി കോഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സഹകരണം. മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുന്നു? സഹകരിച്ചു പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്, സഹകരണ മനോഭാവം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ, ഇത് മൂന്നും എന്ത് ചെയ്യും? ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കാം. കോമ്പറ്റീഷൻ എത്ര ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഞാൻ ആ വീഡിയോ കാണാത്തവരത് ജസ്റ്റ് ഒന്ന് കയറി കാണുക. അതിനുള്ളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി 14 എന്ന് പറയുന്നത് കിങ്ഷിപ്പ് ആണ്. എന്താണ്? നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ. 11ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റഗ്രേഷൻ, അക്കൾച്ചറേഷൻ, അസിമിലേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സംയോജിക്കുക. നമ്മൾ എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യുന്നു? സംയോജിച്ച് ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് അക്കൾച്ചർ, ഇവിടെ ഉണ്ടാകുന്ന കൾച്ചറിനോട് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന കൾച്ചറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റ് രാജ്യങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെയോ സംസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്വാംശീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്കൾച്ചറേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ആ കൾച്ചറിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്കൾച്ചറേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? അസിമിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അസിമിലേഷൻ സ്വാംശീകരിക്കുക. മനസ്സിലായോ? നമ്മളിലോട്ട് എന്ത് ചെയ്യുക? സ്വാംശീകരിച്ചെടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അസിമിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ചാപ്റ്ററിന്റെ ഹെഡിങ്ങും അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ കയറി എന്ത് ചെയ്യുക? നോക്കി പഠിക്കുക. ഇനി 12 എന്താണ്? മാരേജ്. മാരേജ് എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെ? മാരേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്കാണ് മാരേജ് എന്ന് പറയുന്നത്. മാരേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെഫിനിഷൻ എന്താണ്? മാരേജ് എന്ന് പറയുന്നത് 2 വ്യക്തികൾ, ഒരു പുരുഷനോ സ്ത്രീയോ എന്താണ് വിവാഹം കഴിച്ച് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നതിനെയോ അല്ലെങ്കിൽ എന്താണ് ദമ്പതികളായിട്ട് ജീവിക്കുന്നതെയോ കുട്ടികളോടൊപ്പമോ കുട്ടികളില്ലാതെയോ. ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? എന്താണ് കുട്ടികളില്ലാത്തപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരും എന്ത് തന്നെയാണ്? ഫാമിലി തന്നെയാണ്. കുഞ്ഞുങ്ങളുള്ളവരും എന്ത് തന്നെയാണ്? ഫാമിലി തന്നെയാണ്. അപ്പൊ കുട്ടികളോടൊപ്പം ജീവിക്കുന്നതിനെയോ കുട്ടികളില്ലാതെ ജീവിക്കുന്നതിനെയോ ആണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു മാരേജ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? മാരേജ് കഴിച്ച് ഫാമിലി ലൈഫ് സെറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? മാരേജ് എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് മാരേജ് എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും വിവാഹത്തിന് പോയിട്ടുള്ളവരാണ്, വിവാഹം കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ്? ഓരോ നമ്മുടെ മതത്തിനനുസരിച്ചിട്ടുള്ള മാരേജ് സെറിമണികൾ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? ഹിന്ദു മതമാണെങ്കിൽ ആ ഹിന്ദു മതത്തിനനുസരിച്ചുള്ളത്, ക്രിസ്തു മതമാണെങ്കിൽ
ക്രിസ്തു മതം അനുസരിച്ചിട്ടുള്ള പ്രീസ്റ്റും ഒക്കെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരെയും എന്ത് ചെയ്യുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇസ്ലാം മതമാണെങ്കിൽ അങ്ങനെ ആ രീതി. അപ്പൊ ഓരോരുത്തരുടെയും എന്താണ് സാംസ്കാരികത്തിനനുസരിച്ചാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത്, വിവാഹ ബന്ധത്തിലോട്ട് പോകുന്നത്. മനസ്സിലായി? അതാണ് കിങ്ഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ കിങ്ഷിപ്പ് എന്ന് പറയുന്നത് മാരേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ മാത്രമാണോ നടക്കുന്നത്? കേരളത്തിൽ മാത്രമാണോ വിവാഹം നടക്കുന്നത്? അല്ല. വിവാഹം എന്ന് പറയുന്നത് എന്താണ്, മറ്റു രാജ്യങ്ങളിലും ഒക്കെ എന്തെന്ന് യൂണിവേഴ്സൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ മാരേജ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രണയ വിവാഹം, ഗാന്ധർവ വിവാഹം, സ്വവർഗരതി വിവാഹം, പിന്നെന്താണ് സ്വഗണ വിവാഹം, അല്ലെ, നോർമലി ഉള്ള മിശ്ര വിവാഹം, അങ്ങനെയൊക്കെ കുറെ വിവാഹം കാര്യങ്ങൾ, ഒരേ ജാതിയിലുള്ള വിവാഹം, ഇങ്ങനെ ഒരു 8ഓളം വിവാഹങ്ങൾ ഞാൻ പഠിപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗാന്ധർവ സ്വയംവര വിവാഹം, പണ്ട് സ്വയംവരമായിരുന്നു അല്ലെ. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. എങ്ങനെ ചൂസ് ചെയ്യാം? പോയി നമുക്ക് എന്ത് ചെയ്യാം, മാലയിട്ട് സ്വീകരിക്കുന്ന ആ ഒരു രീതി. പിന്നെ ഗാന്ധർവ വിവാഹമുണ്ട്. പിന്നെന്താണ് പ്രണയ വിവാഹമുണ്ട്. രണ്ടുപേര് ആർഷ വിവാഹമുണ്ട്. ആർഷ വിവാഹം എന്ന് പറയുമ്പോൾ മഹർഷിമാരുടെ മക്കളെ എന്ത് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള പവിത്രപരമായ വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരേ ജാതിയിലുള്ളവർ കല്യാണം കഴിക്കുന്നവരുണ്ട്. ഇനി മറ്റു ജാതികളിൽ നിന്ന് സെപ്പറേറ്റ് പോയി വേറൊരു ജാതിയിൽ നിന്ന് കഴിക്കുന്നവരുണ്ട്. ഇന്റർ റിലീജിയൻ ആയിട്ടുള്ള വിവാഹമുണ്ട്. മറ്റു മതങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരുണ്ട്. പിന്നെ എന്താണ് സ്വഗണ വിവാഹം, പുരുഷന് തന്നെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ തന്നെ വിവാഹം കഴിക്കുന്ന രീതിയിലുള്ള സ്വഗണ വിവാഹമുണ്ട്. അതാണ് സ്വവർഗരതി വിവാഹം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിവാഹങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് മാരേജ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. 12ാമത്തെ ചാപ്റ്റർ അതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി 13 എന്ന് പറയുമ്പോൾ എന്താണ്? 13ാമത്തെ ചാപ്റ്ററിലാണ് ഫാമിലിയെ കുറിച്ച് പറയുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ജോയിന്റ് ഫാമിലി ഉണ്ട്, അല്ലെ. നമുക്കറിയാം കുഞ്ഞുങ്ങളും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ജീവിച്ച് അങ്ങനെയുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്, ജോയിന്റ് ഫാമിലി എന്ന് വിളിക്കുന്നു. ഇല്ല, അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും മാത്രം ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിയിൽ നിന്ന് നമുക്ക് എന്താ, ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്? സഹകരണം, സ്നേഹം, ബന്ധങ്ങൾ, മൂല്യങ്ങൾ, വാല്യൂസ്, ഇതൊക്കെ കോപ്പറേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. നല്ല ശീലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ നല്ല ശീലങ്ങൾ ആരെയൊക്കെ ബഹുമാനിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നതും. ഒരു വ്യക്തിയുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് പോലും നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്, ഫാമിലിയാണ്, അല്ലെ. ആ വ്യക്തിയുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് അമ്മയാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതാണ് ഫാമിലി എന്ന് പറയുന്നത്. എന്താണ് ഫാമിലി എന്ന് പറയുന്നത്? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വായത്തമാക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലി നിന്നാണ്, അല്ലെ. ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സോഷ്യൽ പ്രോസസ്സ് നമ്മൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അച്ഛനും അമ്മയും പിന്നെ എങ്ങനെയാണ് മക്കളും കൂടെ അടങ്ങുന്നത് ആണ്. പിന്നെ അല്ലെങ്കിൽ എങ്ങനെയാണ് ജോയിന്റ് ആണെങ്കിൽ എങ്ങനെയാണ് മറ്റ് എന്താണ് ബന്ധുമിത്രാദികൾ കാണും. അണുകുടുംബം മാത്രമല്ല, പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ട്, അതാണ് ജോയിന്റ് ഫാമിലി. ഇന്ന് അത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ന് നമുക്ക് ചില മറ്റ് ഇല്ലം, മന അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് അധികമായിട്ടില്ല എങ്കിൽ പോലും ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഇതാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥയും നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുഞ്ഞു മക്കൾക്ക് കഥയും കവിതയും പാട്ടും ഒക്കെ ലഭിക്കുന്നത് എവിടെ നിന്നായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ? ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നാണ്. അതായത് മുതിർന്ന പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ എന്ത് ചെയ്യുന്നു, തലോടുകയും. അത് മാത്രമല്ല ഇന്ന് അങ്ങനെയല്ല. ന്യൂക്ലിയർ ഫാമിലിയിൽ എങ്ങനെയാണ്, അച്ഛനും അമ്മയും കാണും. അച്ഛൻ എന്ത് ചെയ്യുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു. അമ്മയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയി ജോലിക്ക് പോകുന്നുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് ഫോണിലും അത് മാത്രമല്ല മറ്റ് വീഡിയോ ഗെയിമുകളിലൊക്കെ അഡിക്റ്റ് ആകുന്ന ഒരു കാലഘട്ടം. അപ്പൊ രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാൻ ചിലപ്പോൾ ചോദിക്കും. എങ്ങനെയാണ് ന്യൂക്ലിയർ ഫാമിലിയും ജോയിന്റ് ഫാമിലിയും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെയൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലി ചോദിക്കുകയാണെങ്കിൽ, ഫാമിലി ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം എന്തുണ്ടായിരുന്നു, വ്യത്യാസം ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? ജോയിന്റ് ഫാമിലിയിൽ എന്താണ്, ഒരുപാട് മൂല്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അതില് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും എന്തായിരുന്നു, തുല്യമായിരുന്നു. എല്ലാവർക്കും തുല്യമായ ഒരു രീതിയായിരുന്നു അന്നേരത്തെ. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഒരു വീടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, 4 സൈഡും എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട് കെട്ടി നമ്മൾ നമ്മുടേതായ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, സേഫ് ആക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ എന്ത് ചെയ്യുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ചോദിക്കാം. ഫാമിലിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ലവ്, അഫെക്ഷൻ ഒക്കെ നമ്മൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. മനസ്സിലായോ? ഇനി അടുത്ത് 14 എന്ന് പറയുമ്പോൾ ബന്ധുത്വം, കിങ്ഷിപ്പ് എന്ന് പറഞ്ഞ പാഠഭാഗം എന്താണ് പറയുന്നത്? കിങ്ഷിപ്പ് എന്ന് നമുക്ക് ബന്ധുത്വം നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും, എങ്ങനെയൊക്കെയാണ് വിവാഹ ബന്ധത്തിലൂടെ കിട്ടും?
പിന്നെ എങ്ങനെയാണ് അയൽവക്കത്ത് നിന്ന് കിട്ടും, മറ്റു സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ബന്ധുത്വം കിട്ടും. അപ്പൊ ഇതാണ് ഒരു ബന്ധുത്വം എന്ന് പറയുന്നത്. കിങ്ഷിപ്പ് ആണ്. കിങ്ഷിപ്പ് എങ്ങനെയാണ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അല്ലെ. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. ഇനി 15ാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയാണ് എക്കണോമിക്, പൊളിറ്റി ആൻഡ് റിലീജിയൻ. എക്കണോമിക് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തികം അല്ലെ. സാമ്പത്തികം എന്ന് പറയുമ്പോൾ എന്താണ്? പല കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുൻതൂക്കം ലഭിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതാണ് എക്കണോമിക് എന്ന് പറയുന്നത്. എക്കണോമി എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, എല്ലാം അതിൽ വരും. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊളിറ്റിക്സിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ. റിലീജിയൻ എന്ന് പറയുമ്പോൾ മതപരമായ കാര്യങ്ങൾ. മതപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് നാനാത്വത്തിൽ ഏകത്വമാണ്. ഒരു മതം മാത്രമാണോ സ്വീകരിക്കുന്നത്? അല്ല, ഇഷ്ടമുള്ള മതത്തിൽ സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതം ആചരിക്കുവാനും ഇഷ്ടമുള്ള മതം ആരാധിക്കുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശ്വസിക്കാം. ഇന്ത്യയിൽ ഒരുപാട് ഇഷ്ടംപോലെ എന്തുണ്ട്, മതങ്ങളുണ്ട്. സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, അത് മാത്രമല്ല പാഴ്സി മതം, ഹിന്ദുമതം, ഇസ്ലാം, ഇങ്ങനെ കുറെ മതങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും മതങ്ങൾ നമ്മുടെ എവിടെ ഉണ്ട്, ഇന്ത്യയിൽ നമുക്ക് ഉണ്ട്. ഇനി 16ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഹയറാർക്കി, ഡിഫറൻഷ്യൻ. നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ട്? സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. ഉയർന്നവൻ, അത് മാത്രമല്ല താഴ്ന്നവൻ, ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട് അല്ലെ. മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്, ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് വരുന്നത്, വർണ്ണ സിസ്റ്റം വരുന്നത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, അങ്ങനെയുള്ള കാര്യങ്ങളും എന്തിൽ വരും, നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പൈസയുടെ ക്ലാസ് അറിയാലോ, നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ, എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് വർഗം അല്ലെ, പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അത് മാത്രമല്ല സ്ട്രാറ്റിഫിക്കേഷനും നമ്മൾ എവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത 17ാമത്തെ ചാപ്റ്ററില് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. നമ്മുടെ സൊസൈറ്റി പഴയതുപോലെയാണോ ഇന്ന് നിലനിൽക്കുന്നത്? അല്ല, സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. പഴയ സമുദായത്തിൽ നിന്നും നമ്മുടെ സൊസൈറ്റി മാറിയിട്ടുണ്ടോ? ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലെ. ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ടെക്നോളജി പരമായിട്ട് മാറ്റം വന്നു അല്ലെ, മതപരമായി മാറ്റങ്ങൾ വന്നു, പിന്നെ എന്താണ്, സാമ്പത്തികപരമായി മാറ്റങ്ങൾ വന്നു. ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ സയൻസ്. ഇവിടെ എങ്ങനെ എഴുതും? എക്കണോമിക് ചേഞ്ചസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, പിന്നെന്താണ്, റിലീജിയസ് ചേഞ്ചസ്. ഇത് മാത്രമല്ല ഒരുപാട് പൊളിറ്റിക്കൽ ചേഞ്ചസ്, ഇതൊക്കെ എവിടെ ഉണ്ടായി? ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചിൽ വന്നു. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ എവിടെ എന്തുണ്ടായി? പണ്ട് നമുക്കറിയാം പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നും അറിയില്ല, ഒന്നും അറിയാത്ത ഒരു പീരീഡിലുള്ള വ്യക്തികളായിരുന്നു. അവരിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളില്ലേ? ഒരുപാട് മാറ്റങ്ങളില്ലേ? അത് മാത്രമല്ല ടെക്നോളജി പരമായിട്ട് ഒരുപാട് മാറ്റങ്ങളില്ലേ? നമുക്ക് സ്മാർട്ട് ഫോണൊക്കെ നമുക്ക് ഇന്നില്ലേ? പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ ആ ലെറ്റർ അവിടെ എത്തുന്നത് മാസങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും ആ ലെറ്റർ എവിടേക്ക് എത്തുന്നത്. ഒരാൾക്ക് അസുഖം വന്നാൽ അത് അയക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കും. തിരിച്ചതിന്റെ റിപ്ലൈ വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യും. ഇന്ന് അങ്ങനെയാണോ? ഇന്നൊരു ഫാക്സ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഇതെല്ലാവിടെയൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന വ്യക്തിയെ നമ്മൾ ഗൾഫിലിരിക്കുന്ന വ്യക്തിയോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ സുഖവിശേഷങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും, കണ്ട് സംസാരിക്കാൻ അല്ലെ, കാണാതെ സംസാരിക്കാം, എങ്ങനെ വേണോ ഉള്ള ഫെസിലിറ്റീസ് നമുക്ക് ഇന്ന് എന്താണ് അവൈലബിൾ ആണ്. അതാണ് ടെക്നോളജിക്ക് ചേഞ്ചസ് എന്നത്. മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്, സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. മനസ്സിലായോ? ATM സൗകര്യം, ഇതൊക്കെ നമ്മൾ പണ്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. അതാണ് ഫാക്ടേഴ്സ് ടെക്നോളജിക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്? നമ്മൾ ചിന്തിക്കാവുന്നതിന് അപ്പുറമായി നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ത് ചെയ്യുന്നുണ്ട്? ലോകം ഇന്ന് ഒരു വിരൽ തുമ്പിലാണ് അല്ലെ. ഒരു വിരൽ തുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മാറി മറിയുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പൊ ഗോൾഡൻ ചൈൽഡ് നമ്മുടെ നിയോലിത്തിക് ഏജിനെ പറഞ്ഞ ഒരു പേരുണ്ട്. എന്താണ്? റെവല്യൂഷൻ പീരീഡ് എന്നാണ്. ആ ഒരു പീരീഡിൽ നിന്നൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മാറ്റം നമ്മുടെ എവിടെ വന്നിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, അതിൽ നമ്മുടെ ലോകം എന്ന് പറയുന്ന ലോകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി 20ാമത്തെ ചാപ്റ്ററിൽ സോഷ്യൽ കൺട്രോൾ ആൻഡ് കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രമസമാധാനം. നമ്മുടെ ലോകത്തായാലും നമ്മുടെ ഇന്ത്യയിലായാലും എവിടെയായാലും നമുക്കൊരു കൺട്രോൾ വേണം. കൺട്രോൾ ഇല്ലാതെ ജീവിച്ചാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ലോകം എന്ത് ചെയ്യും? നശിക്കും. ആ കൺട്രോൾ വരുത്തിക്കാൻ വേണ്ടി നമുക്ക് ആരുണ്ട്? നിയമപാലകരുണ്ട് അല്ലെ. നിയമപാലകർ എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കാം? പോലീസും അതുപോലെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. അപ്പൊ ക്രമസമാധാനം അവർ എന്ത് ചെയ്യുന്നുണ്ട്? വരുത്തുന്നുണ്ട്. എങ്ങനെയാ സോഷ്യൽ കൺട്രോൾ വരുത്തുന്നത്? ജനങ്ങളോട് എന്ത് ചെയ്യും? സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യും? പാലിക്കാൻ പറയാം. നമുക്കറിയാം പെനാൽറ്റി, ഫൈന് അല്ലെ, അതൊക്കെ നമുക്കുണ്ടല്ലോ. ഒരു ഹെൽമെറ്റ് വെക്കാതെ പോയാൽ നമുക്ക് എന്ത് കിട്ടും? പെനാൽറ്റി കിട്ടുമെന്ന്, ഫൈന് കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ എന്താണ്? ഒരു സോഷ്യൽ കൺട്രോൾ ആണ്.
ഇല്ല നമുക്ക് ഇത് മാത്രമല്ല ഇത് സോഷ്യൽ കൺട്രോൾ മറ്റ് പണിഷ്മെന്റ് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതെല്ലാം എന്തിലാണ് വരുന്നത്, സോഷ്യൽ കൺട്രോളിലാണ് വരുന്നത്. അപ്പൊ സോഷ്യൽ കൺട്രോൾ നമുക്ക് നമ്മളെ പാലിക്കാൻ വേണ്ടി ആരൊക്കെയുണ്ട്, മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഇവരെല്ലാം ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മൾ സൊസൈറ്റിയിലോട്ട് നമ്മൾ വീട്ടിൽ കാണിക്കുന്നതാണോ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണിക്കുന്നത് അല്ല. ഇതെല്ലാം എന്തിലോട്ട് വരുന്നതാണ്, സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ്. സൊസൈറ്റിയിൽ ഒരു സാമൂഹ്യ ക്രമമുണ്ട്, ഒരുപാട് സാമൂഹ്യ ക്രമങ്ങളുണ്ട്. ഹെൽമെറ്റിന്റെ കാര്യത്തിലായാലും നമ്മൾ ഫൈൻ അടയ്ക്കുന്നതും കരം നമ്മൾ കൊടുക്കുന്നതും, അതുപോലെ നിരത്തിലിറങ്ങി നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ആയിരിക്കണം. നിരത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ്, വണ്ടികൾ എവിടെ കൂടെയാണ് യാത്ര ചെയ്യുള്ളത്, കാൽനടക്കാരെ എവിടെ കൂടെയാണ് യാത്ര ചെയ്യാനുള്ളത്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒരു വക്കീൽ ഓഫീസ് ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സോഷ്യൽ കൺട്രോളിനകത്താണ് വരുന്നത്. മനസ്സിലായല്ലോ. 24 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, പിന്നെ നമ്മൾ പിന്നെ 23 എന്തൊക്കെയാണ്, ഇന്ത്യൻ സോഷ്യൽ തിങ്കേഴ്സ് അല്ലെ. ഇന്ത്യൻ സോഷ്യൽ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ നമ്മൾ പഠിച്ചത് ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവേദ, ഇങ്ങനെയുള്ള കുറെ വേദങ്ങളെ കുറിച്ചും പഠിച്ചു. ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനപരമായ അറിവുകളാണ് എന്തെന്ന് പറയുന്നത് 4 വേദങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഋഗ്വേദ, യജുർവേദ, സമവേദ, അഥർവേദ. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ സോഷ്യൽ തിങ്കേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചു. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഹാരപ്പ, മൊഹൻജോദാരോ അല്ലെ, ആ സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഖനനം നടത്തിയതും അങ്ങനെയുള്ള കാര്യങ്ങളും. വേദിക് ഏജും, വേദിക് എന്ന് പറയുമ്പോൾ എന്താണ്, വിദ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വേദിക് എന്ന് പറഞ്ഞ പദം ഉണ്ടായത് അല്ലെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം, ബുദ്ധിസം ആരാ ഫൗണ്ടർ ചെയ്തത് നമുക്കറിയാം, ആരാണ്, ഗൗതമ ബുദ്ധൻ അല്ലെ. ഗൗതമ ബുദ്ധൻ 6th സെഞ്ചുറിയിൽ നോർത്തിലാണ് എന്ത് ചെയ്തത് വന്നത്. അദ്ദേഹം 563 കപില വസ്തുവിലാണ് അദ്ദേഹത്തിന്റെ ജനനമെന്നും ശരിയായ വിശ്വാസം, ശരിയായ നടപ്പ്, ശരിയായ പ്രവൃത്തി, ശരിയായ ഉപജീവനമാർഗം, ശ്രമം, മനസ്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നോബൽ ട്രൂത്ത്, എന്തൊക്കെയാണ് നോബൽ ട്രൂത്ത്, ദുഃഖ സമുദായം, ദുഃഖ നിരോധ ഗ്രാമിണി പ്രതിപദ. ഓർമ്മയുണ്ടോ ഞാൻ ഇത് പറഞ്ഞു തന്നത്? നമ്മുടെ ലൈഫില് നമുക്ക് എന്തിന്റെയും അവസാനം എന്ന് പറയുന്നത് എന്താണ്, ദുഃഖമാണ് അല്ലെ. അതിന്റെ കാരണം ആഗ്രഹങ്ങളാണ് നമ്മൾ എന്തിലോട്ട് നയിക്കുന്നത്, ദുഃഖത്തിലോട്ട് നയിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്, ഗൗതം ബുദ്ധൻ പറഞ്ഞത്. ആഗ്രഹങ്ങളാണ് എന്തിലോട്ട് നയിക്കുന്നത്, ദുഃഖത്തിലോട്ട് നയിക്കുന്നത്. ഓർമ്മയുണ്ടോ ഇതൊക്കെ പഠിപ്പിച്ചത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ടെക്സ്റ്റ് നിങ്ങളുടെ ആ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ജൈനിസം, എന്താണ് ജൈനിസം, ആരാ കൊണ്ടുവന്നത്, വർത്തമാന മഹാവീരൻ അല്ലെ. അദ്ദേഹവും എന്താ പറഞ്ഞേ, എന്താണ്, ദൈവം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണെന്നും ദുഃഖത്തിന്റെ കാരണം എന്താണ്, കർമ്മ എന്ന് പറഞ്ഞു. ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു, കർമ്മ എന്ന് പറയുന്നു. ഗൗതമ ബുദ്ധൻ പറഞ്ഞു ദുഃഖത്തിന്റെ കാരണം എന്താണ്, ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞു. ഇനി ത്രിരത്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ സ്വഭാവം. ഇത് ആരുടെ കോൺസെപ്റ്റ് ആയിരുന്നു, നമ്മുടെ വർത്തമാന മഹാവീരന്റെ. അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, അഹിംസയ്ക്കും സത്യത്തിനും ആസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം നമ്മൾ അവിടെ പഠിച്ച കാര്യമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ BC 321 മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്തൻ മൗര്യൻ എന്ത് ചെയ്തു, അധികാരത്തിലെത്തിയത് ആരുടെ സഹായത്തോടു കൂടിയാണ്, കൗടില്യൻ എന്ന് പറയുന്നത് ഒരു ചാണക്യനായിരുന്നു. കൗടില്യൻ എന്ന് പറഞ്ഞ ഒരു നല്ല ബുദ്ധിമാനായ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ വഴികാട്ടിയായി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ സപ്താംഗ സിദ്ധാന്തം 7 എണ്ണം അല്ലെ. രാജാവ് എന്ന് പറയുന്നത് സോമി, അമാത്യ മന്ത്രി, ജനപദം രാഷ്ട്രം, ദുർഗ കോട്ട, മിത്ര സഖ്യം, ദണ്ഡ നീതി, കോസ ഖജനാവ്. ഇത് ഞാനിവിടെ എഴുതി പഠിപ്പിച്ചതാണ്, എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്താണ് മനുസ്മൃതി, എന്ന് പറയുന്നത്, നമ്മുടെ പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക ധാർമ്മിക നിയമ സംഹിതകളെയാണ് എന്ത് വിളിക്കുന്നത്, മനുസ്മൃതി എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ കുറെ കുടുംബജീവിതം, രാജാവിന്റെ കടമകൾ, ജാതി വ്യവസ്ഥയെ കുറിച്ചൊക്കെ എന്തുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മൾ കബീറിനെ കുറിച്ച് പഠിച്ചു. കബീർ എന്ന് പറയുന്ന ഒരു സന്യാസിയായിരുന്നു, ഭക്തി പ്രസ്ഥാനത്തിലെ വ്യക്തിയായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിലെ വ്യക്തിയായിരുന്നു. രാമാനന്ദന്റെ ശിഷ്യനായിരുന്നു. സൂഫി പ്രസ്ഥാനത്തിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിവുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 കളിമൺ പാത്രങ്ങളാണ് ആരൊക്കെ, മുസ്ലിമും
ഹിന്ദുവും എന്ന് പരാമർശിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കബീർ എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ നമുക്കറിയാം രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാണ്. 1897 കൽക്കട്ടയിലാണ് പ്രവർത്തനം. പിന്നെ എന്താണ്, നമ്മുടെ കേരളത്തെ നോക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഭ്രാന്താലയം എന്ന് വിളിച്ച വ്യക്തിയാണ്. ജാതി വ്യവസ്ഥ എതിർത്തു, തത്വചിന്തകനാണ്, എഴുത്തുകാരനാണ്. അല്ലെ? ഇതൊക്കെ ഞാൻ ഓടിച്ച് എന്ത് ചെയ്യുന്നതാണ്, പറഞ്ഞു പോകുന്നത്. 24 ഏതൊക്കെയാണ്? ചാപ്റ്റർ 24 യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അല്ലെ? യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെ? വൈവിധ്യങ്ങൾ. അല്ലെ? വൈവിധ്യങ്ങൾ എങ്ങനെയാണ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി? ഇതിൽ നമ്മൾ എന്താണ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി? ജ്ഞാനത്വത്തിലെ ഏകത്വമാണ്. അല്ലെ? വൈവിധ്യത്തിലെ ഏകത്വം എന്നൊക്കെ പറയുന്ന പോലെ നാനാത്വത്തിലെ ഏകത്വമാണ്. വ്യത്യസ്ത ഭാഷകള്, വ്യത്യസ്ത മതങ്ങള്, സാംസ്കാരികങ്ങൾ, ആചാരങ്ങൾ, കസ്റ്റംസ്, റിലീജിയൻസ് ഒക്കെ ഉള്ള ഒരു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്? പാരമ്പര്യമായിട്ടുള്ള കുറെ മൂല്യങ്ങളുണ്ട്. അല്ലെ? ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? കാസ്റ്റ് സിസ്റ്റം ഉണ്ട് നമുക്ക്. അല്ലെ? ഇന്ത്യയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കാസ്റ്റ് സിസ്റ്റം, മാരേജ് സിസ്റ്റം. അല്ലെ? പിന്നെ എന്താണ്? പാട്രിയാർക്കൽ സൊസൈറ്റി. അല്ലെ? പാട്രിയാർക്കൽ സൊസൈറ്റി ആണ്. പിന്നെ കൾച്ചറൽ ലാഗ് ഉണ്ട്. പാരമ്പര്യമായി സൂക്ഷിക്കുന്ന കുറെ മൂല്യങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? കർമ്മഫലത്തിലാണ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? റിലീജിയൻ. എന്തൊക്കെയാണ് റിലീജിയൻ? ഹിന്ദു മതമുണ്ട്, ക്രിസ്തു മതമുണ്ട്, ജൈന മതമുണ്ട്, മുസ്ലിം ഉണ്ട്, പാഴ്സി ഉണ്ട്. ഓരോ മതങ്ങൾക്കും ഓരോ എന്തുണ്ട്? വിശ്വാസ രീതികളുണ്ട്. ഓരോ ആരാധന ആലയങ്ങളും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ആരാധന ആലയങ്ങളും ഉണ്ട്. ഹിന്ദു മതമാണെങ്കിൽ മോക്ഷത്തിനും കർമ്മത്തിനും പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ, ക്രിസ്തു മതം സ്നേഹത്തിനും സാഹോദര്യത്തിനും സാർവത്രികത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തെന്താണ്? ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. ഇന്ത്യയില് ഭാഷാപരമായ വൈവിധ്യമില്ലേ? ഒരു ഭാഷയാണോ സംസാരിക്കുന്നത്? ഗുജറാത്ത്, പഞ്ചാബി, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഇങ്ങനെ തുടങ്ങി എന്താണ് 544ഓളം ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശമുണ്ട്. ഏകദേശമാണ് 544 ഭാഷകളുണ്ട്. 22 ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തതാണ്, അംഗീകരിച്ചിട്ടുള്ളതാണ്. ഹിന്ദിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പ്രധാന ഭാഷ. ഗോത്ര ഭാഷകള് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതൊക്കെ അവിടെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക, ഓർമ്മിക്കുക. ഇനി കാസ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അങ്ങനെ 3000 ഉപജാതികൾ എവിടെയുണ്ട്? ഇന്ത്യയില് ഉണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. എന്താണ് മെൽട്ടിംഗ് പോയിന്റ്? എന്താണ് മെൽട്ടിംഗ് പോയിന്റ്? വിവിധ സംസ്കാരങ്ങള്, വംശങ്ങള്, വർഗീയതകൾ ഇതെല്ലാം ഒത്തുചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുതിയ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? രൂപം കൊള്ളുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? പുതിയത് എന്ത് ചെയ്യണം? പുതിയ കാര്യങ്ങൾ, പുതിയ കൾച്ചർ, പുതിയ വംശങ്ങൾ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെട്ട് അത് എന്തായി മാറുന്നു? ഒരു പുതിയ കൾച്ചറായിട്ട് വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെൽട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാനായിട്ട് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി 28 നമ്മുടെ ഏതാണ്ട് ഓൾമോസ്റ്റ് നമ്മളെ ചാപ്റ്റേഴ്സ് ഒക്കെ ആവുകയാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. 28 എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കൾച്ചറൽ ചേഞ്ചസ് ഇൻ 20th സെഞ്ചുറി. എന്തൊക്കെയാണ് കൾച്ചറൽ ചേഞ്ചസ്? ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ളതും എന്റർടൈൻമെന്റ് ആയിട്ടുള്ളതും കുറെ കാര്യങ്ങൾ നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട്? നമ്മൾ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അത് റീഡിങ്, റൈറ്റിങ്, കാൽക്കുലേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മാറ്റങ്ങളാണ്. ആദ്യമൊന്നും നമുക്ക് എന്തിനറിയില്ല, വായിക്കാൻ അറിയില്ലായിരുന്നു, എഴുതാൻ അറിയില്ലായിരുന്നു. എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അല്ലെ? പിന്നെ എങ്ങനെയാണ് 1939 ബ്രിട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിവേഗം എന്ത് ചെയ്തു? വർദ്ധിക്കുകയും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ജനസംഖ്യയുടെ 0.1 താഴെ തുടക്കത്തിലെ കോളേജുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിച്ചിരുന്നത് വളരെ കുറച്ച് മാത്രമാണ് കോളേജൊക്കെ പ്രവർത്തിച്ചിരുന്നത്. പിൽക്കാലത്ത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം പിന്നെ എല്ലാ ആൾക്കാരും എന്തിലോട്ട് പോകാൻ തുടങ്ങി? എഡ്യൂക്കേഷൻ നേടിയെടുക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. ഇതൊക്കെയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. റിലീജിയൻ ഉണ്ട്. റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം 10% ആൾക്കാർ എന്തായിരുന്നു? നിരീശ്വരവാദികളായിരുന്നു. പള്ളികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നവജാത ശിശുക്കൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? മാമോദീസ നൽകിയിട്ടുണ്ടായിരുന്നു. 1990 1990 ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? 30% ദമ്പതികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പള്ളികളിൽ വിവാഹിതരാകുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയാണ്? വിവാഹം മോചനവും അതുപോലെ തന്നെ അബോർഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹത്തിനൊന്നും വളരെയധികം പ്രാധാന്യമൊന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഉള്ളവര് കൊടുത്തിട്ടില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ ആ പാഠം ഇച്ചിരി വലിയ പാഠമാണ്. കൾച്ചറൽ ചേഞ്ചസ് ഇൻ 20th സെഞ്ചുറി. അത് വായിച്ച് എന്ത് ചെയ്യുക? നോക്കുക. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ചേഞ്ച് ഒക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എഡ്യൂക്കേഷൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ റീഡിങ്, റൈറ്റിംഗ്, കാൽക്കുലേഷൻ ഒക്കെ എന്ത് ചെയ്തു? പഠിച്ചു എന്നാണ് പീപ്പിൾസ്.
25 നാഷണൽ ഇന്റഗ്രേഷൻ കോൺസെപ്റ്റ് ആൻഡ് ചാലഞ്ചസ്. ഞാൻ ചിലപ്പോൾ ഷഫിൾ ചെയ്തുകൂടെ പറയുന്നുണ്ട്. 28 കഴിഞ്ഞിട്ട് 25 അല്ല ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിച്ച് അതിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. അടുത്ത ചാപ്റ്റർ ഞാൻ വിട്ടുപോയ ചാപ്റ്റർ കൂടെ പറഞ്ഞു പോകുന്നതാണ്. 25 എങ്ങനെയാണ് നാഷണൽ ഇന്റഗ്രേഷൻ കോൺസെപ്റ്റ് ആൻഡ് ചാലഞ്ചസ് എങ്ങനെയൊക്കെയാണ്? വാട്ട് യു മീൻ ബൈ നാഷണൽ ഇന്റഗ്രേഷൻ? ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ദേശീയ ഉദ്ഗ്രഥനം അല്ലെ? ജാതി, മതം, പ്രദേശം, ഭാഷ എന്നിവയ്ക്ക് അതീതമായി ജനങ്ങൾക്കിടയിലുള്ള ഒരു ഐക്യബോധത്തെയാണ് എന്ത് വിളിക്കുന്നത്? ദേശീയോദ്ഗ്രഥനം. ഡെഫിനിഷനാണ്. ജാതി, മതം അല്ലെ, ഞാന് എന്റെ ജാതി അല്ലെ എന്റെ മതം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കാതെ എല്ലാ ജാതി മതങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഐക്യബോധത്തെയാണ് എന്ത് വിളിക്കുന്നത്? ദേശീയ ഉദ്ഗ്രഥനം എന്ന് വിളിക്കുന്നത്. എക്സ്പ്ലെയിൻ ഹേർഡിൽസ് ഓൺ നാഷണൽ ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പ്രാദേശിക തത്വമുണ്ട്, ജാതീയതയുണ്ട്, വർഗമുണ്ട്, പിന്നെന്താണ്? 4 ഭാഷാവാദം, വംശീയത ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. പിന്നെ വാട്ട് ഈസ് റീജിയണലിസം? എന്താണ് റീജിയണലിസം എന്ന് പറയുന്നത്? സ്വന്തം പ്രദേശത്തോടുള്ള ഒരു അടുപ്പവും മറ്റുള്ള പ്രദേശത്തോടുള്ള എതിർപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രാദേശികവാദം എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? സ്വന്തം പ്രദേശത്തോട് എന്തുണ്ട്? വളരെയധികം എന്തുണ്ട്? ഇഷ്ടമുണ്ട്. എന്നാൽ മറ്റു രാജ്യത്തോടും മറ്റു സ്ഥലങ്ങളോടും എന്താണ്? എതിർപ്പുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മളിത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. 1905 കൾസൺ പ്രഭു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ബംഗാളിനെ എന്ത് വിഭജിച്ചു? ബംഗാൾ അല്ലെ, ബംഗാൾ വിഭജനം. അതോടുകൂടിയാണ് ഈ ഒരു ഭിന്നിച്ച് ഭരിക്കുന്ന രീതി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ ഉടലെടുത്തത്. അതിൽ പ്രാദേശികവാദത്തിൽ നമുക്കറിയാം ഉപരിസംസ്ഥാന പ്രാദേശികവാദമെന്നും അന്തർ സംസ്ഥാന പ്രാദേശികവാദമെന്നും സംസ്ഥാനത്തിനകത്തുള്ള പ്രാദേശികവാദവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉപരി സംസ്ഥാന പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ സ്വന്തം സംസ്ഥാനത്തോടുള്ള ആ ഒരു എന്താണ്? കൂറും മറ്റു സംസ്ഥാനങ്ങളോടുള്ള എതിർപ്പും. അന്തർ സംസ്ഥാനം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ അതിർത്തി സംബന്ധിച്ച് കാശ്മീർക്ക് എന്താണ്? നമുക്കറിയാം ജമ്മുവും കാശ്മീരും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളില്ല. അതൊക്കെ എന്തിൽ വരുന്നു? അന്തർ സംസ്ഥാനത്തിൽ വരുന്നു. സംസ്ഥാനത്തിനകത്തുള്ള പ്രാദേശികവാദത്തിൽ എന്താണ്? ഒരു സംസ്ഥാനത്തിനകത്ത് വിവിധ പ്രദേശങ്ങൾ എന്താണ്? അഭിപ്രായ വ്യത്യാസം. ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരളത്തിനകത്ത് തന്നെയാണ് മറ്റ് ജില്ലകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെയാണ് എന്ന് വിളിക്കുന്നത് ഒരു സംസ്ഥാനത്തിനകത്തുള്ള പ്രാദേശികവാദം എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് കാസ്റ്റിസം? കാസ്റ്റിസം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെയാണ് കാസ്റ്റിസം എന്ന് പറയുന്നത്? ജാതി വ്യവസ്ഥ അല്ലെ? സ്വന്തം ജാതിയോടുള്ള അമിതമായ താല്പര്യവും മറ്റ് ജാതിയോടുള്ള എതിർപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? കാസ്റ്റിസം എന്ന് പറയുന്നത്. ശ്രീ നാരായണ ഗുരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ബ്രാഹ്മണർ താഴ്ന്നവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് കമ്മ്യൂണലിസം? എന്താണ് കമ്മ്യൂണലിസം എന്ന് പറയുന്നത്? ഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? വർഗീയത അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. സ്വന്തം മതങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? താല്പര്യത്തോടെ പൊക്കി പറയുകയും മറ്റു മതത്തെ താഴ്ത്തി പറയുകയും ചെയ്യുന്ന ഒരു വർഗീയവാദത്തെയാണ് എന്ത് വിളിക്കുന്നത്? കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എതിർത്ത വ്യക്തിയാണ് ഗാന്ധിജി എന്നൊക്കെ പറയുന്നത്. ഗാന്ധിജി വർഗീയത കണക്കാർ 6 മാനങ്ങൾ എന്ന് പറയും. 6 മാനങ്ങൾ ഏതൊക്കെയാണ്? സ്വാംശീകരണം, ക്ഷേമോത്സുകം, ഉൾവലിയൽ, പ്രതിക്രിയാരൂപം, വിവാഹീയത, വിഘടനവാദം. ഇതൊന്നും ഡിസ്ക്രൈബ് ചെയ്യാത്ത ഇതൊക്കെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? ഇനി 26 എന്തൊക്കെയാണ്? ഇന്ത്യൻ സൊസൈറ്റി ട്രൈബൽ, റൂറൽ, അർബൻ. എന്തൊക്കെയാണ് ട്രൈബൽ, റൂറൽ, അർബൻ എന്ന് പറയുമ്പോ നമ്മൾ ലാസ്റ്റ് പഠിച്ചു വെച്ച പാഠമാണ് അല്ലെ? ട്രൈബിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്? എന്തൊക്കെയാണ് ട്രൈബ്സ്? ട്രൈബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുവായ ഒരു മേഖലയിൽ ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്നതിനാണ് വിളിക്കുന്നത് ട്രൈബ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐക്യരൂപമുള്ള ഒരു വംശീയ വിഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ട്രൈബ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് മതമോ അല്ലെങ്കിൽ എന്താണ് ലിപിയോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ മേജർ ട്രൈബൽ പ്രോബ്ലംസ് ഏതൊക്കെയാണ്? അവർ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടു നിൽക്കുന്നു, സാംസ്കാരികപരമായ പ്രശ്നങ്ങളുണ്ട്, പിന്നെന്താണ്? സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, അവർക്ക് നിരക്ഷരരാണ് അവർക്ക് പോഷകാഹാരക്കുറവുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണമില്ല, ദാരിദ്ര്യവും കടബാധ്യതയൊക്കെ ഉണ്ട്, കുടിയൊഴിപ്പിക്കൽ പ്രശ്നം നേരിടുന്നുണ്ട്. ഇതൊക്കെയാണ് ട്രൈബ്സിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മതപരമായ പ്രശ്നങ്ങളുണ്ട്, തൊഴിലില്ലായ്മയില്ല, തൊഴിലില്ലായ്മയാണ് അല്ലെ അവർക്ക്. പിന്നെ റൂറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമാണ് അല്ലെ? ചെറുതായിട്ട് കച്ചവടമോ അത് മാത്രമല്ല അത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരെയാണ് എന്ത് വിളിക്കുന്നത്? റൂറൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? പിന്നെന്താണ് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡോമിനേഷൻ ഓഫ് പ്രൈമറി റിലേഷൻ, പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം. ഇത് പഠിച്ചു വയ്ക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ ഹോമോജനിറ്റി, ഏകജാതീയതയുണ്ട്, സെൽഫ് സഫിഷ്യൻസി ഉണ്ട്, ഓക്യുപ്പേഷൻ ഉണ്ട്. പിന്നെ എന്താണ്? ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി, കൂട്ടുകുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദ റോൾ ഓഫ് നൈബേഴ്സ് ആണ്. ഇതൊക്കെ എന്താണ്? റൂറൽ ആണ്. നമുക്കറിയാം അയൽവക്കക്കാരുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ളത് എവിടെയാണ്? റൂറൽ ഫാമിലിയിലാണ് അല്ലെ? റൂറൽ സൊസൈറ്റിയിലാണ്. അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ വൈജാത്യങ്ങളുണ്ട്, അനോണിമിറ്റി ഉണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്,
പിന്നെ ഇൻപേഴ്സണൽ സോഷ്യൽ റിലേഷൻ, വ്യക്തിപരമല്ലാത്ത സാമൂഹിക ബന്ധങ്ങളാണ്. അടുത്തെത്തും താമസിക്കുന്നവരുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇവർക്ക് കാണില്ല. അർബനിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത്? സ്ലംസ് ഉണ്ട്, പിന്നെന്താണ്, വൃത്തിയില്ലായ്മ ഒത്തിരിയാണ്, ജലവിതരണം എപ്പോഴും ജലവിതരണം കിട്ടിയെന്ന് വരില്ല, പാർപ്പിട ദൗർലഭ്യമുണ്ട്, ഗതാഗത കുരുക്കുകളുണ്ട്, ട്രാഫിക് പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ തിന്മകൾ, പിടിച്ചുപറി, കൊലപാതകം, കവർച്ച, ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അർബൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെയാണ് അവിടെ നമ്മൾ പഠിച്ചത്. ഇനി 27ാമത്തെ ചാപ്റ്ററിൽ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്തൊക്കെയാണ്, അത് നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാസ്റ്റ് ആണ്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, ജാതി എന്ന് പറയുന്നത്. പിന്നെ ജാതിയിൽ എന്താണ്, ഒരുപാട് ജാതി വ്യവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നു. പല ജാതികൾ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ പല ജാതികളായിട്ട് ജനങ്ങളെ തിരിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് എന്ന് പറയുന്നതാണ് സാമ്പത്തിക നില, അല്ലെ? നമ്മുടെ സാമ്പത്തിക നിലയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്ലാസ് എന്ന് വിളിക്കുന്നത്. ക്ലാസും കാസും തമ്മിൽ എന്ത് ചെയ്യരുത്, വിട്ട് അല്ലെങ്കിൽ മാറിപ്പോകരുത്. മനസ്സിലായോ? അപ്പൊ ഇതൊരു ചാപ്റ്റർ എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു ക്ലാസ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനെയും തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോയതാണ്. എന്തൊക്കെയാണ് അതിൽ നിന്ന് വരിക, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പൊ എന്റെ കുട്ടികളെ ചെയ്യാനുള്ള വേറൊന്നും അല്ല, ഈ ക്ലാസ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ കണ്ടുപോയിട്ട് നിങ്ങൾ എഴുതി വെച്ച ലെക്ചർ നോട്ട് കൂടെ എടുത്തു വെക്കുക. നമ്മൾ ഇട്ടുപോയ ചാപ്റ്റേഴ്സും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക. അങ്ങനെ നോക്കി വൃത്തിയായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക. ഏകദേശം 28 ചാപ്റ്ററോളം ഉണ്ട്. അപ്പൊ അത് നന്നായിട്ട് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യോളജി ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഈ ക്ലാസ് ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. നന്നായിട്ട് ഒരു എന്ത് ചെയ്യുക, ക്ലാസ് കണ്ട് അത് പഠിച്ച് എഴുതിയൊക്കെ നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കുക. എന്തും ടീച്ചർ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ഇത് എന്താണെന്ന് ഞാൻ ഒരു തൊട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക, ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ, ഇതെല്ലാം ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. പഠിച്ച കാര്യത്തെ വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.